Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മംഗളവാർത്ത കാലത്തിലെ 2-ാം ഞായറാഴ്ച കന്യകയായ മറിയത്തിന് ദൈവപുത്രൻ്റെ അമ്മയാകുവാനുള്ള ക്ഷണം കർത്താവിൻ്റെ മാലാഹയായ ഗബ്രിയേലിലൂടെ ദൈവം നൽകുന്ന രംഗമാണ് ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. മംഗളപരമായ ഈ വാർത്തയുടെ പഴയ നിയമ പശ്ചാത്തലമാണ് ആദ്യ വായനകളിൽ നമ്മൾ കേൾക്കുന്നത്. ആദ്യത്തെ വായന സൃഷ്ടിയുടെ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നുള്ളതാണല്ലോ. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് അനുസരണക്കേട് കാണിക്കുകയും ദൈവം ഭക്ഷിക്കരുതെന്ന് കൽപ്പിച്ച വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്തപ്പോൾ അതിന് പ്രലോഭന ഹേതുവായി സർപ്പത്തോട് ദൈവം പറയുന്ന കാര്യം നമ്മൾ ഇന്നിവിടെ കേൾക്കുന്നുണ്ട്. സർപ്പത്തോട് കർത്താവ് പറഞ്ഞു, നീ ഇത് ചെയ്തതുകൊണ്ട്, നീ ഹവ്വായെ പ്രലോഭിപ്പിച്ച് അവളിലൂടെ ദൈവകൽപ്പന ലംഘിക്കുന്നതിന് ഹവ്വായെയും ആദത്തെയും പ്രേരിപ്പിച്ചതുകൊണ്ട് നീ ശിക്ഷിക്കപ്പെടും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കും. അങ്ങനെ പറയാൻ കാരണം സർപ്പം പ്രലോഭിപ്പിച്ചതും തിന്മ ചെയ്യുവാൻ പ്രേരിപ്പിച്ചതുമെല്ലാം സ്ത്രീയെ ആയിരുന്നല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുളവാക്കും. അവൻ, അതായത് സ്ത്രീയിൽ നിന്ന് ജനിക്കാൻ പോകുന്നവൻ, നിന്റെ തല തകർക്കും. നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും, പക്ഷേ അവൻ നിന്റെ തല തകർക്കും, നിന്നെ നിശേഷം നശിപ്പിക്കും എന്നാണ് ദൈവം അന്ന് സർപ്പത്തോട് പറഞ്ഞത്. സർപ്പം തിന്മയുടെ പ്രതീകമാണ്, പ്രലോഭകനാണ് സർപ്പം. പ്രതിരൂപമായിട്ടാണ് സർപ്പം ഹവ്വായുടെ മുൻപിൽ അവതരിക്കുന്നതും പ്രലോഭിപ്പിക്കുന്നതുമെല്ലാം. ദൈവിക സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ, ദൈവിക ജീവനിൽ പങ്കുപറ്റി ജീവിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അനുസരണക്കേട് വഴി നഷ്ടമാക്കിയ ഈ ദൈവപുത്രത്വം, ദൈവിക സഹവർത്തിത്വം, അത് വീണ്ടും നൽകുവാൻ വേണ്ടി ഒരു പുത്രനെ, ഒരു രക്ഷകനെ നൽകുമെന്നുള്ളതിൻ്റെ ആദ്യ സൂചനയാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്തെ, സൃഷ്ടിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തെ പ്രോട്ടോ എവങ്കേലിയം എന്ന് പറയാറുണ്ട്. ആദ്യ സുവിശേഷം എന്ന അർത്ഥത്തിൽ സുവിശേഷത്തെക്കുറിച്ചുള്ള, മംഗളവാർത്തയെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചന നമ്മൾ കാണുന്നത് ആദ്യ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിലാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് ദൈവം കാലാകാലങ്ങളിൽ ഈ വാഗ്ദാനം വ്യത്യസ്തമായ രീതികളിൽ പൂർവ്വപിതാക്കന്മാർക്ക് ആവർത്തിച്ച് നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അബ്രാഹത്തെ വിളിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം തന്നെ 12-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലും, പിന്നീട് അബ്രാഹാം ഇസ്ഹാക്കിനെ ബലികഴിക്കാൻ തയ്യാറാകുമ്പോൾ 22-ാം അധ്യായത്തിൽ ഈ വാഗ്ദാനം അവിടുന്ന് വീണ്ടും ആവർത്തിച്ച് നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അബ്രാഹത്തിന് ജനിക്കാൻ പോകുന്ന പുത്രനിലൂടെയാണ് ലോകം മുഴുവനും അനുഗ്രഹിക്കാൻ പോകുന്നത്, രക്ഷിക്കാൻ പോകുന്നത് എന്നുള്ള സൂചന 22-ാം അധ്യായം 18-ാം വാക്യത്തിലുണ്ട്. അതിൻ്റെ തന്നെ തുടർച്ചയായിട്ടാണ് ഏകദേശം 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദാവീദ് രാജാവിനോട് കർത്താവ് പറഞ്ഞത്, നിന്റെ പുത്രനിലൂടെയാണ് ഞാൻ നിത്യമായ രാജ്യം സ്ഥാപിക്കാൻ പോകുന്നത്, യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ എന്നേക്കും ഭരണം നടത്തുന്ന, ദൈവത്തിൻ്റെ ഹിതം നടപ്പിലാക്കുന്ന, ദൈവഹിതം ലംഘിച്ചുകൊണ്ടാണ് ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്തതെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം നടപ്പിലാക്കുന്ന സംവിധാനത്തിൻ്റെ സിംഹാസനത്തിൽ, ദൈവരാജ്യത്തിൻ്റെ സിംഹാസനത്തിൽ നിത്യം ഉപവിഷ്ടനാകുന്ന ഒരുവൻ ദാവീദിന് ജനിക്കും. ആ ദാവീദിൻ്റെ പുത്രൻ ദൈവത്തിൻ്റെയും പുത്രനായിരിക്കുമെന്ന് സാമുവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 12 മുതൽ 14 വരെ വാക്യങ്ങളിൽ ദൈവം ദാവീദിനോടും പറഞ്ഞു. ഇതേ കാര്യം തന്നെ പിന്നീട് പ്രവാചകന്മാരിലൂടെ ദൈവം ആവർത്തിക്കുന്നുണ്ട്. അതിലൊരു ഭാഗമാണ് പഴയ നിയമത്തിലെ 2-ാമത്തെ വായനയിൽ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. അവിടെ കർത്താവ് പറഞ്ഞു തുടങ്ങുന്നത്, യൂദാ ഗോത്രത്തോടും ഇസ്രായേൽ ഗോത്രത്തോടും ചെയ്ത ആ വാഗ്ദാനം നിറവേറ്റുന്ന സമയം ഇതാ സമീപിച്ചിരിക്കുന്നു. ദാവീദിന്റെ ഭവനത്തിൽ നീതിമാനായ ഒരു മുളയെ ഞാൻ കിളിർപ്പിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. ഒരു മുള കിളിർപ്പിക്കും, ദാവീദിന്റെ വംശത്തിൽ ഞാനൊരു മുള കിളിർപ്പിക്കും.
ആ മുള കിളിർപ്പിക്കുക എന്നുള്ള ആ കിളിർപ്പിക്കുക മുള എന്നുള്ളതിൻ്റെ ഹെബ്രായ മൂല പദം നസർ എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ അർത്ഥം പൊട്ടിമുളപ്പിക്കുക, പുഷ്പിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ദാവീദിന്റെ ഭവനത്തിൽ ഞാനൊരു മുള കിളിർപ്പിക്കും എന്ന് പറയുമ്പോൾ 2 സാമുവേൽ 7-ാം അധ്യായത്തിൽ ദൈവം വാഗ്ദാനം ചെയ്തിരുന്ന ആ ദാവീദിന്റെ പുത്രനെ കുറിച്ച് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. യെശയ്യാ നബിയുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യത്തിലും ഇതേ അർത്ഥം വരുന്ന പദം തന്നെ നമ്മൾ കാണുന്നുമുണ്ടല്ലോ. അപ്പോൾ ഇപ്രകാരം പ്രവാചകനിലൂടെ യെരമ്യാ പ്രവാചകനിലൂടെ ദൈവം പറയുന്നത് തന്റെ വാഗ്ദാനം ഇതാ നിറവേറ്റുവാൻ പോകുന്നു. ഇസ്രായേൽ ജനത്തോട്, യൂദാ ഗോത്രത്തോട് ഞാൻ ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നു. അവൻ ദേശത്ത് ന്യായവും നീതിയും നടത്തും. ദാവീദിന്റെ പുത്രൻ കർത്താവിന്റെ സിംഹാസനസ്ഥനായിരിക്കും എന്നേക്കുമെന്ന് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തി വേണം പുതിയ നിയമത്തിലെ ആദ്യത്തെ വായന. അവസാന പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത്. വെളിപാട് ഗ്രന്ഥം 5-ാം അധ്യായത്തിൽ നിന്നാണല്ലോ. അവിടെ സിംഹാസനസ്ഥനായിരിക്കുന്ന അവന്റെ കരങ്ങളിൽ 7 മുദ്രയുള്ള 7 മുദ്രകളുള്ള ഒരു പുസ്തക ചുരുൾ നമ്മൾ കാണുന്നുണ്ട്. ദൂതൻ യോഹന്നാനോട് ചോദിക്കുന്നുണ്ട്, ദർശനത്തിൽ യോഹന്നാനോട് ചോദിക്കുന്നുണ്ട്, ഈ ചുരുൾ ആരഴിക്കും, ഇത് ആരെടുക്കും, ഇത് ആരഴിക്കുമെന്ന്. അപ്പോൾ ഇതാര് വായിക്കും, ആരിതിന് അർഹനാണ് എന്ന് ചോദിക്കുമ്പോൾ ദൂതൻ പറയുന്നുണ്ട്, ഇതിന് സാധിക്കുന്നത് അത് ദാവീദിന്റെ മുദ്ര പൊട്ടിക്കാൻ സാധിക്കുന്നത് യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹമാണ്, ദാവീദിന്റെ വേരാണ് എന്ന്. യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് യൂദാ ഗോത്രത്തിൽ നിന്ന് ജനിക്കുന്ന മിശിഹായെ തന്നെയാണ്, രാജാവിനെ തന്നെയാണ്, രക്ഷകനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് ദാവീദിന്റെ വേര് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുസ്തകം എടുക്കുന്നതിന്, ഈ ഗ്രന്ഥം എടുക്കുന്നതിന്, അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കുന്നതിന്, അത് വായിക്കുന്ന ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തുന്നതിന്, അതനുസരിച്ച് ജീവിക്കുവാൻ മനുഷ്യർക്ക് ശക്തി നൽകുന്നതിന്, കൃപ നൽകുന്നതിന് യോഗ്യനായിട്ടുള്ളവൻ, അർഹനായിട്ടുള്ളവൻ യൂദായിൽ വംശത്തിൽ നിന്നുള്ള ഈ സിംഹമാണ്, ദാവീദിന്റെ വേരായിട്ട് നിൽക്കുന്ന, ദാവീദിന്റെ വംശത്തിൽ ദൈവം മുളപ്പിക്കുന്ന ആ നസറാണ് എന്ന് സൂചിപ്പിക്കുകയായിരുന്നു വെളിപാട് ഗ്രന്ഥത്തിന്റെ 5-ാം അധ്യായത്തിൽ. ഈ പശ്ചാത്തലത്തിൽ വേണം നസ്രത്ത് എന്ന ഗ്രാമത്തില് അധികമൊന്നും അറിയപ്പെടാതിരുന്ന ഗ്രാമമായിരുന്നു. പഴയ നിയമത്തിൽ ഒരിടത്തും നസ്രത്തിനെ കുറിച്ചൊരു പരാമർശം നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ യോഹന്നാന്റെ സുവിശേഷത്തില് 1-ാം അധ്യായത്തിൽ 46-ാം വാക്യത്തില് നത്താനിയേൽ ചോദിക്കുന്നുണ്ടല്ലോ ഫിലിപ്പോസിനോട്, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? കാരണം നസ്രത്തിനെ കുറിച്ച് പഴയ നിയമത്തിൽ യാതൊരു പരാമർശവുമില്ല മിശിഹായുമായി ബന്ധപ്പെടുത്തി. ഇങ്ങനെ അറിയപ്പെടാതിരുന്ന ഈ ഗ്രാമത്തില്, നസ്രത്ത് എന്ന പേരുള്ള ഗലീലേ ഗ്രാമത്തില് കന്യകയായ മറിയത്തിന്റെ പക്കലേക്കാണ് ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ അയക്കപ്പെടുന്നത്. അപ്പോൾ ആ നസ്രത്ത് എന്നുള്ള ഗ്രാമത്തിന്റെ പേര് തന്നെ പഴയ നിയമത്തിലെ ആ മുളയെക്കുറിച്ചും വേറിനെക്കുറിച്ചും ഒക്കെയുള്ള വാഗ്ദാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, അതിനെ അനുസ്മരിപ്പിക്കുന്നതാണ്. കന്യകയിൽ നിന്ന് ആണ് രക്ഷകൻ ജനിക്കാൻ പോകുന്നത് എന്ന് യെശയ്യാ നബിയുടെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം നൽകിയിരുന്ന ആ വാഗ്ദാനം, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറയുന്നത്, അറിയപ്പെടുമെന്ന് പറയുന്നത് നമ്മൾ 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ യെശയ്യാ നബിയായിൽ വായിക്കുന്നുണ്ട്. ഈ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. എലീശുവ ഗർഭിണിയായതിന് 6-ാം മാസത്തിലാണ് ഗബ്രിയേൽ ദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നത്. നസ്രത്തിലെ ദരിദ്ര ഭവനത്തിൽ പ്രത്യക്ഷപ്പെടുകയും കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, ആഹ്ലാദിച്ച് ആനന്ദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മറിയത്തെ സമീപിക്കുന്നതുമല്ല. അപ്പോൾ പ്രവാചകന്മാർ ഇസ്രായേൽ ഗോത്രത്തോട്, യൂദാ ഗോത്രത്തോട്, സിയോൻ പുത്രിയോട്, ഓർസലമിനോട് ആഹ്ലാദിക്കുവാൻ പറഞ്ഞിരുന്നതിൻ്റെ തന്നെ ഒരു അനുസ്മരണമാണ് യഥാർത്ഥത്തിൽ മറിയത്തിന് ദൂതൻ നൽകിയ ഈ അഭിവാദനവും. സക്രിയയുടെ പുസ്തകം 9-ാം അധ്യായം 9 മുതലുള്ള രക്ഷകന്റെ ആഗമനത്തെക്കുറിച്ച് പറയുമ്പോൾ സക്രിയ പ്രവാചകൻ ഇസ്രായേൽ ജനതയോട് പറയുന്നത്, ഓർസലമേ സന്തോഷിക്കുക, ഓർസലേം പുത്രി, സിയോൻ പുത്രി ആനന്ദിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതാ നിന്റെ രാജാവ് വിനീതനായി നിന്റെ മക്കളിലേക്ക് വരുന്നു എന്ന് പറയുന്നത്. വിനീതനായി വരുന്ന കർത്താവ്, ദൈവം, എല്ലാറ്റിനെയും സൃഷ്ടാവായ ദൈവം ഇതാ മറിയത്തിന്റെ ഉദരത്തിലേക്ക് സൃഷ്ടിയാകുവാൻ പോകുന്നു. അതിനായി അവിടുന്ന് തിരഞ്ഞെടുത്തതോ കർത്താവിൻ്റെ ദാസിയെയാണ്, എളിയവളയായ വിനീതയായ മറിയത്തെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ തൻ്റെ ജീവിതം മുഴുവനും കന്യാവ്രതത്തിലൂടെ കർത്താവിന് സമർപ്പിച്ച ആ വ്യക്തിയിലാണ് മിശിഹ ജനിക്കുന്നതിന് തിരഞ്ഞെടുക്കുന്നത്. തൻ്റെ
അവിടെ സഭാപിതാവായ ബീഡ് പറയുന്നുണ്ട്, കന്യാത്വം ദൈവത്തിന് സമർപ്പിച്ച് മാലാഹയുടെ ജീവിതത്തിന് തുല്യമായ ജീവിതം നയിച്ച മറിയത്തെയാണ് മാലാഹ സന്ദർശിക്കുന്നതും മംഗളവാർത്ത അറിയിക്കുന്നതെന്നുമാണ്. ദൈവം പുത്രനായപ്പോൾ അതിന് മാതാവായത് കന്യകയാണ്. ദൈവം സകലത്തിനെ സൃഷ്ടാവും സകലവും പരിപാലിക്കുന്നവനുമായ ദൈവം, എല്ലാറ്റിനെയും ഉപരിയായിട്ടുള്ള ദൈവം ഒരു സൃഷ്ടിയായപ്പോൾ അതിന് മാതാവാകുന്നതിന് തിരഞ്ഞെടുത്തത് കന്യകയാണ്. ഗർഭം ധരിക്കുന്നതിന് മുൻപും ഗർഭം ധരിക്കുമ്പോഴും ഗർഭധാരണ ശേഷവും പ്രസവശേഷവും കന്യകയായി തന്നെ തുടരുന്ന മറിയത്തെയാണ് തിരഞ്ഞെടുത്തത് എന്നും ബീഡ് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മറിയത്തോട് വന്ന് പറയുന്നു, നീ ഇതാ കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയുമ്പോൾ ഈ അഭിവാദനത്തിൽ അസ്വസ്ഥയാകുന്ന മറിയം ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? കാരണം മറിയം നിത്യകന്യാത്വം ദൈവത്തിന് വാഗ്ദാനം ചെയ്ത് ജീവിക്കുന്നവളാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. കാരണം കന്യകയായി തുടരുക അസാധ്യമായിരുന്നതുകൊണ്ട് സമൂഹത്തിൽ ആ കന്യകയുടെ സംരക്ഷണമാണ് യൗസേപ്പിനെ ഏൽപ്പിച്ചിരുന്നത്. യൗസേപ്പ് പിതാവ് ഏറ്റത് മറിയത്തിൻ്റെ കന്യാത്വം അഭംഗുരം പാലിച്ചുകൊണ്ട് കന്യകയായി തന്നെ സംരക്ഷിച്ചുകൊള്ളാം എന്നുള്ള ആ ഒരു ഉറപ്പിലാണ് പരിശുദ്ധ കന്യകാമറിയത്തെ യൗസേപ്പിന് യഹൂദ പുരോഹിതന്മാർ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഓർസ്ലേം ദേവാലയത്തിൽ നിന്ന്. ഓർസ്ലേം ദേവാലയത്തിലാണല്ലോ കന്യകയായ മറിയം വളർന്നു വന്നത് ബാല്യകാലം മുതൽ. അപ്പോൾ ഇപ്രകാരം ഏറ്റെടുത്ത ഈ കന്യകയോട് ഈ വാർത്ത കർത്താവ് നിങ്ങളോട് എന്ന് പറയുമ്പോൾ, നീതാ ഗർഭം ധരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ മറിയം ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? കാരണം ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഞാനിപ്പോൾ അറിയുന്ന വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ടെന്ന് ശരിയാണ്, പക്ഷേ ഇനി അറിയാൻ ഞങ്ങൾക്ക് പ്ലാനുമില്ല, അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുകയാണ്. അതിന് ഉത്തരമായിട്ടാണ് ദൂതൻ പറയുന്നത്, റൂഹാദ കുരിശ നിന്റെ മേൽ വരും. ആ റൂഹാദ കുരിശയുടെ ആവാസത്താലാണ് നീ ഗർഭം ധരിക്കുവാൻ പോകുന്നത്. ഈ റൂഹായുടെ ആവാസം നമ്മൾ ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിലാണ്. ആ എല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ജലോപരിതലത്തിൽ കർത്താവിൻ്റെ അരൂപി റൂഹ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്. അതായത് സൃഷ്ടി മുഴുവനും നടക്കുന്നത്, ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടത് കർത്താവിൻ്റെ റൂഹായിലാണ്, അരൂപിയിലാണ്. അപ്പോൾ ഈ സൃഷ്ടിയുടെ ഉറവിടമായി നിൽക്കുന്നത് അതിൻ്റെ മുഴുവനും സ്രഷ്ടാവായി നിൽക്കുന്ന ആ ദൈവം തന്നെയാണ് ഇവിടെ മറിയത്തിൻ്റെ ഉദരത്തിൽ ആവസിക്കുന്നത്. അങ്ങനെ ഇല്ലായ്മയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ഇവിടെ ഇതാ പുരുഷബന്ധമില്ലാതെ മറിയത്തിൻ്റെ ഉദരത്തിൽ നിന്ന് രക്ഷകനായി ജനിക്കുവാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് ഇവിടെ നൽകുന്നത് എന്ന് ജോൺ ഡമഷീൻ സഭാപിതാവും പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. സഭാപിതാവായ ഇരണേവൂസ് താരതമ്യപ്പെടുത്തുന്നത്, മറിയത്തെ താരതമ്യപ്പെടുത്തുന്നത് പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ട ഹൗവായുമായിട്ടാണ്. ഹൗവ യഥാർത്ഥത്തിൽ ഇരണേവൂസ് പിതാവ് പറയും ആദവുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നവളാണ് എന്നുള്ള രീതിയിൽ ആലങ്കാരികമായിട്ടാണ് ഹൗവായെ ഇരണേവൂസ് അവതരിപ്പിക്കുന്നത്. ഇപ്രകാരം ഹൗവായുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ആദവുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ഹൗവായാണ് സാത്താൻ്റെ പ്രലോഭനത്തിന് വിധേയയായി അനുസരണക്കേട് കാണിക്കുന്നത്. അങ്ങനെ മനുഷ്യന് ലഭ്യമായിരുന്ന ആ ദൈവിക സൗഭാഗ്യം ദൈവപുത്രത്തെ നഷ്ടമാക്കിയതും ദൈവജീവൻ നഷ്ടപ്പെടുത്തിയതും പർദീസായിൽ നിന്ന് പുറത്തായതുമെല്ലാം അതുകൊണ്ടാണ്. ഇപ്രകാരം അനുസരണക്കേട് വഴി ആദ്യത്തെ സ്ത്രീ വരുത്തി വെച്ച് ആ വിന നീക്കുന്നതിന് യൗസേപ്പുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയായ മറിയം കർത്താവിനോടുള്ള അനുസരണത്തിലൂടെ, വിധേയത്വത്തിലൂടെ, കർത്താവിൻ്റെ വചനത്തിന് സ്വയം സമർപ്പിക്കുവാൻ തയ്യാറായതിലൂടെ ആ അനുസരണക്കേടിന് പരിഹാരം ചെയ്യുകയും തൻ്റെ അനുസരണത്തിലൂടെ മനുഷ്യവർഗത്തിന് മുഴുവൻ രക്ഷ സാധിച്ചു കൊടുക്കുകയും ചെയ്തുവെന്ന് ഇരണേവൂസ് സഭാപിതാവ് പറയുന്നുണ്ട്. മഹാനായ ലയോ പാപ്പ പറയുന്നത്, ഇദ്ദേഹം ഈ മറിയത്തിൻ്റെ ഉദരത്തിൽ പ്രവർത്തിക്കുന്ന റൂഹായുടെ ഈ പ്രവർത്തനത്തെ, ജലോപരിതലത്തിലുണ്ടായിരുന്ന പ്രവാചകന്മാരിലൂടെ പ്രവർത്തിച്ചിരുന്ന അതേ റൂഹ തന്നെയാണ് ഇവിടെ മറിയത്തിലും പ്രവർത്തിക്കുന്നത്. ഈ പ്രവർത്തനത്തെ, മറിയത്തിൻ്റെ ഉദരത്തിലെ പ്രവർത്തനത്തെ ലയോ മാർപ്പാപ്പ താരതമ്യപ്പെടുത്തുന്നത് മാമോദിസ ജലത്തിലുള്ള റൂഹായുടെ പ്രവർത്തനവുമായിട്ടാണ്. മാമോദിസ തൊട്ടിയെ ലയോ മാർപ്പാപ്പ താരതമ്യപ്പെടുത്തുന്നത് മറിയത്തിൻ്റെ ഉദരവുമായിട്ടാണ്. മറിയത്തിൻ്റെ ഉദരത്തിൽ റൂഹ ആവസിച്ചപ്പോൾ അവിടെ മിശിഹ ജന്മമെടുത്തതുപോലെ ഇവിടെ ഇതാ മാമോദിസ ജലത്തിന്മേൽ റൂഹ ആവസിക്കുമ്പോൾ ആ മാമോദിസ തൊട്ടി ഒരു വലിയ ഗർഭപാത്രമായി മാറുകയാണ്. പുതിയ ജന്മത്തിൻ്റെ, ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ ജന്മത്തിൻ്റെ കാരണമായി തീരുകയാണ് എന്ന് ലയോ മാർപ്പാപ്പ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പൗരസ്ത്യ സഭാപിതാവായ അപ്രയം മൽപ്പാൻ മറിയത്തിൻ്റെ ഉദരത്തിലെ റൂഹായുടെ ഈ പ്രവർത്തനത്തെ താരതമ്യപ്പെടുത്തുന്നത് മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ട ആ
ജ്വലിക്കുന്ന അഗ്നിയായിട്ട് മുൾപ്പടർപ്പിൽ കാണപ്പെട്ട ദൈവത്തിൻ്റെ സാന്നിധ്യവുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ആ മുൾപ്പടർപ്പ് കത്തി ജ്വലിക്കുന്നതായി കണ്ടെങ്കിലും അത് കത്തി ചാമ്പലായില്ല. അവിടെ അത് പ്രകാശപൂരിതമായിരുന്നു, അത് ജ്വലിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അത് കത്തി ചാമ്പലായില്ല. ഇതുപോലെ തന്നെയാണ് റൂഹ അഗ്നിയുടെ രൂപത്തിലാണല്ലോ സ്ലീഹന്മാരുടെ മേൽ പന്തക്കുസ്താ ദിനത്തിൽ റൂഹ വന്ന് വസിച്ചത്. ഈ റൂഹ ഇവിടെ മറിയത്തിൻ്റെ ഉദരത്തിലേക്ക് വന്ന് വസിക്കുന്നുവെങ്കിലും അത് അവളെ ദഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്, നശിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അവിടെ നിന്ന് അത് ജീവൻ്റെ ഉറവിടമായി തീരുകയാണ്. റൂഹായുടെ ആവാസത്താലാണ് കന്യകയായ മറിയത്തിൻ്റെ ഉദരത്തിൽ മിശിഹ ജാതനാകുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അക്കാര്യമാണ് അപ്രയം പിതാവ് വിശദീകരിക്കുന്നത്. ഈ അപ്രയം പിതാവ് മറിയത്തിൻ്റെ ഉദരത്തിൽ സംഭവിച്ച അതേ കാര്യം തന്നെയാണ് പരിശുദ്ധ കുർബാനയിൽ ഓരോ ബലിപീഠത്തിലും സംഭവിക്കുന്നത് എന്നും വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മറിയത്തിൻ്റെ ഉദരത്തിൻ്റെ സ്ഥാനത്താണ് നമ്മുടെ ഈ ബലിപീഠത്തിൽ നമ്മൾ അർപ്പിക്കുന്ന കാഴ്ച വസ്തുക്കളുമെല്ലാം. ദിവ്യരഹസ്യങ്ങൾ നമ്മൾ സമർപ്പിക്കുന്നു, അപ്പവും മീഞ്ഞും നമ്മൾ ഈ ബലിപീഠത്തിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ അപ്പത്തിൻ്റെയും മീഞ്ഞിൻ്റെയും മേല് മറിയത്തിൻ്റെ ഉദരത്തിൽ ആവസിച്ച് അതേ റൂഹ തന്നെ ആവസിക്കുകയാണ്. ആ റൂഹായെയാണ് പുരോഹിതൻ വിളിച്ചു വരുത്തുന്നത് ആവസിക്കുവാൻ വേണ്ടി. എന്തിനു വേണ്ടി? ഈ സമർപ്പിക്കപ്പെട്ട ദിവ്യരഹസ്യങ്ങളെ മിശിഹായുടെ ശരീരവും രക്തവുമാക്കി മാറ്റാൻ വേണ്ടി. അത് മറിയത്തിൻ്റെ ഉദരത്തിൽ നടന്ന അതേ ദിവ്യ പ്രവർത്തനം തന്നെയാണ് ഇവിടെ ഓരോ പരിശുദ്ധ കുർബാനയിലും ബലിപീഠത്തിൽ നടക്കുന്നത് എന്നാണ് അപ്രയം പിതാവ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ അവിടെ മറിയത്തിൻ്റെ ഉദരത്തിൽ മിശിഹ ജാതനായതുപോലെ, മിശിഹായുടെ ശരീരം ഉരുവാക്കപ്പെട്ടതുപോലെ ഇവിടെ ഇതാ ബലിപീഠത്തിലും റൂഹായുടെ ആവാസത്താൽ ഈശോ ജനിക്കുന്നു, ഈശോയുടെ ശരീരം അവിടെ മിശിഹായുടെ ശരീരം രൂപം കൊള്ളുന്നു എന്നാണ് അപ്രയം പിതാവ് വിശദീകരിക്കുന്നതുമല്ല. അപ്പോൾ ഈ ദിവ്യ രഹസ്യങ്ങളെയാണ് ഈ മംഗളവാർത്ത കാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ച തിരുസഭാ മാതാവ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ആ എളിമയും താഴ്മയും അതാണ് അവളെ യോഗിയാക്കി തീർത്തത്, ദൈവപുത്രൻ്റെ മാതാവാകുന്നതിന്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തോട് പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ, സഹകരിക്കുവാൻ, ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയുവാനുള്ള ആ താഴ്മ മറിയത്തിനുണ്ടായത് അതിലൂടെയാണ്. ആ മറിയത്തിൻ്റെ 1-ാം അധ്യായം 38-ാം വാക്യത്തിലെ ആ സമ്മതമാണ് യഥാർത്ഥ മംഗളവാർത്തയായി, നമുക്ക് മംഗളവാർത്തയായി ഭവിച്ചത്. മറിയത്തിൻ്റെ ആ സമ്മതം കൊണ്ടാണ് ദൈവപുത്രൻ മറിയത്തിൻ്റെ ഉദരത്തിൽ ജാതനായത്, നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി ഭവിച്ചത്. നമ്മുടെ രക്ഷ സാധ്യമാക്കിയതും മറിയത്തിൻ്റെ ഉദരത്തിൽ നിന്ന്, സ്ത്രീയിൽ നിന്ന് ജനിച്ച ആ ദൈവപുത്രനാണല്ലോ. അങ്ങനെ ഉൽപ്പത്തി 3:15 ദൈവം പറഞ്ഞ ആ വാഗ്ദാനം, സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നവൻ സർപ്പത്തിൻ്റെ തല തകർക്കും, തിന്മയുടെ തല തകർക്കും, പാപത്തെ ഇല്ലാതാക്കും, മരണത്തെ ഇല്ലാതാക്കും എന്നുള്ള ആ വാഗ്ദാനം ഇവിടെ നിറവേറുകയാണ്. അന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സ്ത്രീയോട് പറഞ്ഞിരുന്നു, നിന്റെ ഗർഭ അരിഷ്ടതകൾ, ക്ലേശങ്ങൾ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന്. ഇവിടെ ഇതാ ഈശോയുടെ ജനനത്തോടുകൂടി ആ ക്ലേശത്തിന്, ആ ദുഃഖത്തിന്, ആ വേദനയ്ക്ക് എല്ലാം ഒരു പുതിയ അർത്ഥം നൽകപ്പെടുകയാണ്. മിശിഹായുടെ ജനനത്തിന് ഇതാ ഇവിടെ കന്യക സഹകരിക്കുന്നതിലൂടെ ഈ ഗർഭധാരണവും പ്രസവവേദനയും എല്ലാം ദൈവികമായൊരു തലത്തിലേക്ക് ദൈവം ഉയർത്തുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ മംഗളവാർത്ത കാലത്തിൽ മിശിഹായെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, പരിശുദ്ധ കന്യാമറിയത്തെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിന് സ്വയം വിട്ടുകൊടുക്കുവാൻ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിട്ടുകൊടുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും മിശിഹ ജനിക്കും, നമ്മുടെ കുടുംബങ്ങളിലും മിശിഹായുടെ സാന്നിധ്യമുണ്ടാകും, അവിടുന്ന് പ്രവർത്തന നിരതനാകും. അങ്ങനെ വചനത്തിന് നമ്മുടെ ജീവിതത്തിലും ഹൃദയത്തിലും ജന്മം നൽകുവാൻ ഈ മംഗളവാർത്ത കാലം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും.